എന്തായാലും സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു സാധനം എനിക്ക് ഇവിടുന്ന് കിട്ടുമെന്ന്. പിള്ളേർ വല്ലതുണ്ടെങ്കിൽ ഈ വീഡിയോ കാണല് സ്കിപ്പ് ചെയ്തു. അതുപോലെ തന്നെ ടി വിയിൽ ഇട്ടിട്ട് വീട്ടുകാരെ കൂട്ടത്തിരുന്ന് ഈ വീഡിയോ കാണാൻ കൊള്ളത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഓൾസോ ഗൈസ് യൂസ് ഹെഡ്ഫോൺസ്. പുട്ട് സംതിങ് ഓൺ യുവർ നിപ്പിൾസ് ആൻഡ് ലെറ്റ് യുവർ പാർട്ണർ ലിക്ക് ഇറ്റ് ഓഫ്. അടിക്കുന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓ മാൻ, എൻഡ് ഇറ്റ് ലൈക്ക് ഡോഗി സ്റ്റൈൽ. യു ഗെറ്റ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ സെക്സ് ടോയ് ടു യുവർ റൊട്ടീൻ എന്ന്. ഇതിൽ എത്ര പേര് ഹിക്കീസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് ലവ് ബൈറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയാണ്ട് വന്നിട്ട് വീട്ടിൽ പോയിട്ടുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ എനിക്ക് റൂംസ് കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. 8 റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ് എനിക്കറിയത്തില്ല ആരാണ് വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ ഇനി ഇട്ടിട്ട് പോകണം മറന്നു പോകണം എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. അപ്പുറത്തെ റൂമിൽ നിന്ന് ഇപ്പൊ എല്ലാരും വെക്കലായിരുന്നു. അപ്പൊ അവിടുന്ന് കിട്ടിയാണെന്ന് ക്ലീനിങ്ങിനൊക്കെ പോകുമ്പോൾ കിട്ടുമല്ലോ. അപ്പൊ അവിടുന്ന് കിട്ടിയ സാധനമാണ് നോട്ടി ഡേയ്സ് ഫോർ കപ്പിൾസ് ഗൈസ്. അവിടെ കുറെ കാർഡുകളും ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനടുത്ത് എന്തായാലും നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഇത് നമുക്ക് അൺഫോൾഡ് ചെയ്ത് ഇതിന്റെ അകത്ത് എങ്ങനത്തെ നോട്ടി കപ്പിൾ ഡേയ്സ് ആണ് ഇതിനകത്ത് ഉള്ളത് നമുക്ക് നോക്കാം. സോറി ഗൈസ്, റെഡി? അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ കാർഡ് കേട്ടോ. നോട്ടി ഡേ ഫോർ കപ്പിൾസ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1000 രൂപയാണ് കേട്ടോ. ഓക്കെ, 48 കാർഡൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നാ പറയുന്നത്. ടൈം 30 to 45 മിനിറ്റ്സ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ നിങ്ങൾ എക്സൈറ്റഡ് ആണ്? ഞാൻ എന്തായാലും കട്ടക്ക് എക്സൈറ്റഡ് ആണ്. കാരണം ഇതൊരു ഫാന്റസി നോട്ടി കപ്പിൾ ഡേയ്സ് ഉള്ള കാർഡ്സ് ആണ് കേട്ടോ. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ ഇതേപോലത്തെ കാർഡ്സ് എല്ലാം വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഫസ്റ്റ് ടൈം ആണ്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ 48 കാർഡ്സ് കേട്ടോ. നോട്ടി ഡേയ്സ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പൊ ഗൈസ് ഇനി അധികം സമയം നിങ്ങൾ ഞാൻ എടുക്കാതെ ഡെയർ നമ്പർ 1 ആണ് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഒപ്പം തന്നെ ഞാൻ വായിക്കാൻ പോവാണ്. സ്പിൽ ഇറ്റ്. വാട്ട്സ് യുവർ ഫേവറേറ്റ് സെക്സ് പൊസിഷൻ ആൻഡ് വൈ? ഓക്കെ, ഇത് നമ്മുടെ കപ്പിളോട്ട് ഇരുന്ന് ചോദിക്കണമെന്ന്. അങ്ങോട്ട് നിങ്ങളുടെ പൊസിഷൻ ഏതാന്നൊക്കെ ചോദിക്കണമെന്ന്. ഇതാണ് ഫസ്റ്റ് ഉണ്ട്. കൊള്ളാലോ, അടിപൊളി ചോദ്യം. കണ്ട ഗൈസ്. ഓക്കെ അത് കഴിഞ്ഞ് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇത് നമുക്ക് ഇങ്ങനെ വെച്ചേക്കാം. ഓക്കെ, അടുത്ത ഡെയർ നമ്പർ 2 ആണ്. വുഡ് യു റാദർ ടീസ് മീ ഓൾ നൈറ്റ് ലോങ് ഓർ ഹാവ് മീ ടീസ് യു അണ്ടിൽ യു ബെഗ് എന്ന്. അടിപൊളി സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഡെയർ 3 ആണ്. മോൺ ഓർ ടോക്ക് ഡർട്ടി ടു യുവർ പാർട്ട്ണർ ഫോർ 2 minutes സ്ട്രേറ്റ്. ഐ ലൈക്ക് ദ ഡേർട്ടി സ്റ്റഫ്. കൊള്ളാം കേട്ടോ. ഇത് നിങ്ങൾ വേണമെങ്കിൽ ആലോചിച്ചോ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുമായിരിക്കും. കൊള്ളാം കേട്ടോ, അടിപൊളി സാധനം. അടുത്ത ഡെയർ ആണ്. ഗിവ് യുവർ പാർട്ട്ണർ എ സ്ലോ സെൻഷ്വൽ 2 minutes ഫുഡ് മസാജ്. കാല് തിരുമ്പി കൊടുക്കണമെന്ന്. കൊടുക്കാം. ഓക്കെ, അടുത്ത ഡെയർ. യു ഗെറ്റ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ സെക്സ് ടോയ് ടു യുവർ റൊട്ടീൻ എന്ന്. നോ ഇഫ് നോട്ട് ബട്ട്സ് ഗോ ഓർഡർ ഇറ്റ് നൗ. നോ എന്നും പറയാൻ പറ്റത്തില്ല. ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്യണമെന്നാ പറഞ്ഞു. എൻ്റെ ആൾ ഇത് കിടക്ക സാധനമാണ് കേട്ടോ ഗൈസ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫാൻറ്റസി കാർഡ് യൂസ് ചെയ്തില്ല. ആക്ച്വലി റിവീൽ ചെയ്യുന്നത് കേട്ടാ. നിങ്ങളൊരു കണ്ടിട്ടുണ്ടോ? ഞാൻ സത്യമായിട്ട് വന്നേ ഞാൻ എൻ്റെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് അടിപൊളിയായിട്ടുണ്ട്. ഒറ്റ കൈ പോലെ ഇപ്പൊ. ഗൈസ് അടുത്ത കാർഡ്. ഷോ യുവർ പാർട്ട്ണർ ദ ലാസ്റ്റ് പോൺ വീഡിയോ യു വാച്ച്. അവസാനമായിട്ട് കണ്ട തൊണ്ട് വീഡിയോ കാണിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. ടു ഫൈൻഡ് ഔട്ട് യുവർ സെർച്ച് ഹിസ്റ്ററി ഈസ് ഇറ്റ് വാനില ഓർ ഡൗൺ റൈറ്റ് സിൻഫുൾ എന്ന്. ഹെവി ഡയറുകളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ കപ്പിൾസുമായിട്ടൊക്കെ ഇരുന്ന് നിങ്ങൾ അഥവാ കാർഡൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ, ഇതെനിക്ക് വേണേ നമ്മൾ കപ്പിളായിട്ട് അപ്പുറത്ത് ഞാൻ ഇരിക്കുന്നു, അപ്പുറത്ത് എൻ്റെ പേരിരിക്കുന്നു. എന്നിട്ട് ഒരാൾ ഞാൻ എടുക്കുക ആദ്യം, അയാൾ അടുത്ത ആൾ സെക്കൻഡ് എടുക്കണം. അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ ഈ കാർഡ്. ഞാൻ സത്യം പറയാം, എനിക്ക് അറിയത്തില്ല ചേച്ചി, ഞാൻ അതിൽ യൂസ് ചെയ്യുന്ന സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. അടുത്ത കിസ് യുവർ പാർട്ട്ണർ ഫ്രം ഹെഡ് ടു ടോ. കാല് തൊട്ട് തല വരെ കിസ് ചെയ്യാൻ. ഓക്കെ, അതൊക്കെ കൊള്ളാം, അടിപൊളിയാ. എൻ്റെ അളിയ സ്പൈസി ആയിട്ട് വരുവാണല്ലോ, അടിപൊളി. അടുത്ത ഡെയർ 8 ആണ്. ഗെറ്റ് ഡേഞ്ചറസ്ലി ക്ലോസ് ടു യുവർ പാർട്ട്നേഴ്സ് ലിപ്സ് ആൻഡ് സ്റ്റേ ദെയർ ഫോർ 20 seconds ബട്ട് യു കനോട്ട് കിസ് ദം. അതെന്ത് പരിപാടിയാ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉമ്മോടുക്കാൻ തോന്നുന്നു. ഞാൻ ക്ലാസ് എടുക്കുന്നല്ല കേട്ടോ, ഞാൻ ഫീലിങ്സ് പറഞ്ഞ. ഓക്കെ, യു ക്യാൻ ഓൾസോ ഇമാജിൻ യുവർ സെൽഫ് ദെയർ. ടേൺ യുവർ പാർട്ട്ണർ ഓൺ യൂസിങ് ജസ്റ്റ് ദെയർ നെക്ക്. സിമ്പിൾ. കൊള്ളാം.
അടുത്തത് ഇവിടെ ഇത് കുറെ ഉണ്ട് കേട്ടോ ഗൈസ്, അടിപൊളി കാറാണ് കേട്ടോ. ടേക്ക് എ ബോഡി ഷോട്ട് ഓഫ് യുവർ പാർട്ട്നേഴ്സ് ബെല്ലി. ഗൈസ് ഒരു കോള് വന്നു. കോള് വന്നു കറക്റ്റ്. ആരാന്ന് ഞാൻ വാശി ഇപ്പൊ നോക്കിയല്ലേ. ഇതേ ഗൈസ് എന്റെ ഗേൾ ഫ്രണ്ടാ വിളിച്ചത്. എന്റെ സ്വത്ത് നീ ഇവിടെ വേണ്ടതായിരുന്നു. ഞാൻ അപ്പുറത്തെ റൂമിൽ പോയപ്പോഴേ അവിടുന്ന് കുറച്ച് കാർഡ്സ് കിട്ടി എനിക്ക്. ഞാൻ ആ കാർഡ്സ് റിവീൽ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഐ മിസ് യു. അത് ഞാൻ നീ ഇവിടെ വരുമ്പോ ഞാൻ കാണിച്ചു തരാം. സർപ്രൈസ് കാർഡല്ല, അടിപൊളിയാ. എടി അന്ന് ഞാൻ ഒരു ഗൈസ് ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ. എന്തായാലും ഞാൻ സുത്തിനോട് പറഞ്ഞിട്ടില്ല ഇതെന്താ കാർഡ് എന്ന്. കൊള്ളാമല്ലോ. പക്ഷെ ഇത് ഞാൻ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി പോവും. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ടോ സംഭവം. അപ്പോൾ ഗൈസ് അടുത്തതെന്ന് പറഞ്ഞാൽ ടേക്ക് എ ബോഡി ഷോട്ട് ഓഫ് യുവർ പാർട്ട്നേഴ്സ് ബെല്ലി, ഗൂഗിൾ ഇറ്റ് ഇഫ് യു വാണ്ടെന്ന്. എന്തൊക്കെയാണ് പറയുന്നത്? വയറിൻ്റെ ഫോട്ടോ എടുത്ത് ഗൂഗിൾ ചെയ്യാൻ ഒന്ന് പൊക്കളന്ന്. എൻ്റെ വയറിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പൊ ഗൂഗിൾ ചെയ്യണ അവസ്ഥ ആലോചിക്കാം. സൂപ്പർ. വല്ല മത്തങ്ങയുടെ ഫോട്ടോ വന്നില്ലെങ്കിൽ കൊള്ളാം. ഓക്കെ, അപ്പൊ അടുത്തത് ടേക്ക് ഓഫ് യുവർ ഷർട്ട് അല്ലെങ്കിൽ ടോപ്പ്. ഇത് കൊള്ളാം. അപ്പൊ അധികം ഗൈസ് ഡ്രസ്സുകളൊക്കെ ഊരു എന്നാണ് പറയുന്നത്. സംഭവം കൊള്ളാം. ഇങ്ങനത്തെ ഡയറുകളൊക്കെ പോന്നോട്ടെ. അടുത്ത ഡയറ് എന്താണ്? ടേൺ യുവർ പാർട്ട്ണർ ഓൺ യൂസിങ് ജസ്റ്റ് 1 finger in 30 seconds. പോക്ക് ടിക്കിൾ ടീസ്. വിരല് കൊണ്ട് മാത്രം നമ്മുടെ പാർട്ട്ണറെ ഉണക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, വിരല് കൊണ്ട് എന്തൊക്കെ ചെയ്യാം. ഓക്കെ അളിയ സത്യമായിട്ട് എനിക്ക് ഈ കാർഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കൈസ് അടിപൊളിയായിട്ടുണ്ട് സാധനം. അടുത്തത് give your partner a love bite on your favorite part of their body. Tomorrow's outfit better cover it up. ഇവിടെയൊക്കെ കടിച്ച് പറിച്ച് വെച്ചിട്ട് ഇവിടെ ചുവന്ന പാടായിട്ട് പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാരും വീട്ടുകാരെയൊക്കെ കണ്ടു വെക്കാനുള്ള പരിപാടി ഇത് പറയുന്നത്. സംഭവമുള്ള ഇതിലെത്ര പേര് ഹിക്കീസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് ലവ് ബൈറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയാണ്ട് വന്നിട്ട് വീട്ടിൽ പോക്കിയിട്ടുണ്ട് കമന്റ് ബില്ലോ. അയ്യോ ഇത് മിക്കവാറും ഡിസ്ക്ലെയിമർ ഇടേണ്ടി വരും. പിള്ളേരൊന്നും കാണില്ലെന്ന് പറഞ്ഞാൽ ആദ്യം പറയാം. അടുത്തത് ടേക്ക് യുവർ പാൻസ് ബോട്ടംസ് ഓഫ്, ഡോണ്ട് ബി ഷൈ, ഫീലിംഗ് ബ്രീസി ആൻഡ് ബി. അത് തന്നെ പാൻ്റെ കെട്ടിയൊക്കെ ഊരിക്കളയ എന്നാണ് പറയുന്നത്. എൻ്റെ അളിയ ഇത് ഹെവി കാണായി പോയിട്ടോ. ഞാൻ സത്യമായിട്ട് ഫാനത് പറഞ്ഞു ഇത്രക്ക് ഇങ്ങനെ നൈസായിട്ടൊക്കെ എഴുതി ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. അടിപൊളി. അടുത്തത് ഫ്ലാഷ് യുവർ പാർട്ട്ണർ, ബ്ലിങ്ക് ആൻഡ് ദേ വിൽ മിസ്. ഫ്ലാഷ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പെട്ടെന്ന് ഇങ്ങനെ തുണി നോക്കി കാണിക്കുക അല്ലെങ്കിൽ ഒരു കാണിക്കുക, അതാണ് ഫ്ലാഷ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത്. ഒറ്റ സെക്കൻഡ് എന്ത് വേണമെങ്കിലും കാണിച്ചാൽ അവർ കണ്ണടച്ച ബ്ലിങ്ക് എന്നാണ് കാർഡ് പറഞ്ഞിരിക്കുന്നത്. പൊളി സാധനമാണ് കേട്ടോ ഈ സാധനം. അടുത്തത് ഇവിടെ വെച്ചോണ്ട് ഞാൻ നോക്കാണ്ട കേട്ടോ എടുക്കുന്നത്. അടുത്തത് മേക്ക് ഔട്ട് വിത്ത് യുവർ പാർട്ട്ണർ ആൻഡ് ജെന്റ്ലി ബൈറ്റ് ദർ ലോവർ ലിപ്പ്. ഓക്കെ, മേക്ക് ഔട്ട് ചെയ്യണം, എന്നിട്ട് താഴത്തെ ചുണ്ട് കടിച്ച് പൊട്ടിക്കണമെന്ന്. പതിയ എന്നാണ് കേട്ടോ. ഉള്ള സാധനം ഡയറികളൊക്കെ. അടുത്തത് സെൻഷ്വലി സക്ക് ഓൺ യുവർ പാർട്ട്നേഴ്സ് ഫിംഗേഴ്സ് ഫോർ 2 minutes. ഇറ്റ്സ് ഫിംഗർ ലിക്കിംഗ് ഗുഡ് എന്ന്. ഇത് മറ്റേ KFCയുടെ ഡയലോഗ് ഉണ്ടല്ലേ, ഫിംഗർ ലിക്കിംഗ് ഗുഡ്. എന്താണെങ്കിലും 2 minute പാർട്ണറിന്റെ ഫിംഗർ ഇങ്ങനെ സക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. എൻ്റെ അടിയ ഈ വീഡിയോ നിങ്ങൾ TV-ക്കകത്തെങ്ങാനാണ് ഇരുന്ന് കാണണമെങ്കിൽ ഇപ്പോഴേ മാറ്റിക്കോ. നിന്റെ വീട്ടുകാരുണ്ട് ചേട്ടാ എന്തുവാണ് ഈ കാണണം എന്ന് പറയും കേട്ടാ. ഓക്കെ, അപ്പോൾ അടുത്തത് വിസ്പർ യുവർ ഡേർട്ടിയസ്റ്റ് ഫാൻറ്റസി ഓൺ യുവർ പാർട്ട്നേഴ്സ് ഇയർ വൈൽ ടച്ചിങ് ദം. മാനിഫെസ്റ്റ് സ്റ്റാർട്ട് ഉണ്ടാവുമെന്ന്. നമ്മുടെ ഡേർട്ടിയസ്റ്റ് ആയിട്ടുള്ള ഫാൻറ്റസി അവരുടെ ചെവി പോയിച്ചു ഐഡിയ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത്. എൻ്റെ ആളി ഇത് വിഷയം കാണാണ് കേട്ടാ. അടിപൊളി. അടുത്തത് give your partner a 5 minute sensual back massage. Use your hand, lips, maybe even your tongue. ഇത്ര മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ മസാജിൽ. 5 minute ബാക്ക് മസാജ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊള്ളാം, ഐ ലൈക്ക് ഇറ്റ്. അടുത്തത് ടേക്ക് ആൻ ഐസ് ക്യൂബ് ആൻഡ് ട്രേസ് ഇറ്റ് അലോങ് യുവർ പാർട്ട്നേഴ്സ് ബോഡി. ഐസ് ഇട്ട് ഒരസുക ഗൈസ്. ഓക്കെ, ബെഡിലൊക്കെ വെള്ളമാവല്ലോ.
അല്ലെങ്കിൽ വെള്ളമാവും മൊത്തത്തിൽ. അപ്പൊ twerk for your partner for 60 seconds. Ass shaking is serious sport. Don't half ass it. Twerk for your partner for 60 seconds എന്നാണ്. അതെന്തുവാന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്, നമുക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. Twerk for your partner. Okay, twerk മീനിങ്. ടെർക്കിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംഭവം എനിക്ക് മനസ്സിലായി കേസ്. നമ്മളിങ്ങനെ മനസ്സിലായി. ടെർക്ക് ഫോറെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ കാണിക്കത്തില്ലേ, നമ്മുടെ ബാക്കിങ്ങനെ കുലുക്കി കാണിക്കണം, അതിനാണ് ഇതെന്ന് പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായി. ഓക്കെ, കിട്ടുന്ന സാധനമൊക്കെ കുട്ടി വിളിക്കാനാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അടുത്ത കാണേ വിത്ത് യുവർ പെർമിഷൻ എടുക്കുകയാണ് സുഹൃത്തുക്കളെ. മസാജ് യുവർ പാർട്ട്നേഴ്സ് ഇയേഴ്സ് വിത്ത് യുവർ ടങ്. നാക്കുകൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യുക. വിഷയം കാരണമാണ് എനിക്കിത് ഇഷ്ടപ്പെട്ട്. ഇതേപോലത്തെ പുതിയ കൂടെ വാങ്ങണം. അടുത്തത്, യുവർ പാർട്ട്ണർ ഗെറ്റ് ഇൻ ടു സ്പാങ്ക് യു ഹാർഡ് 3 times. അടിക്കണം, 3 അടിക്കണമെന്ന് നമ്മളാ കൈ കൊണ്ട് കേട്ടാ. ഓക്കെ, അടുത്തത്, കിസ് യുവർ ഫേവറേറ്റ് 3 parts ഓഫ് യുവർ പാർട്ട്നേഴ്സ് ബോഡി. അത് കൊള്ളാം. നമ്മുടെ പാർട്ട്ണറിന്റെ 3 ഇഷ്ടമുള്ള ബോഡി പാർട്സിൽ നമ്മൾ കിസ് ചെയ്യണം. I like it, I love it, I want to do it. Next, sit on your partner's lap and grind it on them for 2 minutes. പാർട്ണറിന്റെ മടി ഇരിക്കുക, ഗ്രൈൻഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. എൻ്റെ ആളി ഇത് ഞാൻ മറ്റേ ക്ലാസ് കൊടുക്കണ പോലെ ഉണ്ടല്ലോ ഗൈസ്. ക്ഷമിക്കണം, ഇത് ഞാനല്ല കേട്ടോ, ഇത് ഈ കാർഡിനകത്തുള്ള സാധനം ഞാൻ വായിച്ചു തരുവാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോഴും പറയാം, പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോ കാണലും, പ്രത്യേകിച്ച് ടി വിയുടെ ഫ്രണ്ട് ഇരുന്നത് കാണലും. ഡു എ സ്ട്രിപ്റ്റീസ് ഫോർ ആൻ എൻറ്റയർ സോങ്. ഇഫ് നോട്ട് എ പെർഫോമൻസ് വർത്തി ഓഫ് ടിപ്സ്, ഡു ഇറ്റ് അഗെയിൻ. ഓക്കെ, ഒരു പാട്ട് ഇട്ടിട്ട് ആ പാട്ടത്ത് ഡാൻസ് കളിച്ച് നമ്മൾ സ്ട്രിപ്പ് ചെയ്യണം, നഗ്നമാകണം, ഡ്രസ്സ് മൊത്തം തുണി ഉരിയണം എന്നാണ് ഇത് പറയുന്നത്. എന്നിട്ടൊരു ടിപ്പെങ്കിലും കിട്ടണം. അത്രക്ക് അർഹത ഇല്ലെങ്കിൽ വീണ്ടും ഡാൻസ് കളിപ്പിക്കണം എന്നാണ് പറയുന്നത്. എൻ്റെ അടി തുണിയില്ലാണ്ട് ഡാൻസ് കളിപ്പിക്കണം, ക്യാമറ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പിൻ യുവർ പാർട്ട്ണർ അഗെയിൻസ്റ്റ് ദ വോൾ ആൻഡ് കിസ് ദം പാഷനേറ്റ്ലി. അത് തന്നെ, പിറ്റേ ചാരി വെച്ച് തേച്ച് വെച്ച് ഒരു കിസ് അടിക്കണം. ഓക്കെ, അതൊക്കെ അടിപൊളി കേട്ടാ. ഗിവ് യുവർ പാർട്ട്ണർ എ ലാപ്പ് ഡാൻസ്, ഷോ ഓഫ് യുവർ ബെസ്റ്റ് മൂവ്. ലാപ്പ് ഡാൻസ് അത് തന്നെ, മടിയുടെ അവിടെ വെച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കത്തില്ല, ഇങ്ങനെ അരച്ചൊക്കെ അതാണ്. അപ്പൊ അടുത്ത ഡെയർ എടുക്കാൻ പോകണം നമ്മൾ. എന്താണ്? പുട്ട് സംതിങ് ഓൺ യുവർ നിപ്പിൾസ് ആൻഡ് ലെറ്റ് യുവർ പാർട്ണർ ലിക്ക് ഇറ്റ് ഓഫ്. ഹണി, വിപ്ഡ് ക്രീം, ന്യൂട്ടെല്ല ഓർ കിച്ചൺ യുവർ റൂൾസ്. നിപ്പിൾസിലൊക്കെ എന്തെങ്കിലും തേച്ച് വെച്ചിട്ട് അത് ലിക്ക് ചെയ്യണമെന്ന് ഗൈസ്. എൻ്റെ അളിയാ ഇവിടെ വിഷയമാണ് കേട്ടോ ഗൈസ് ഈ കാർഡ്. സത്യമായിട്ടും നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനെ സാധനമൊക്കെ ആയിരിക്കുമെന്ന്? ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്തായാലും സംഭവം കൊള്ളാം. ഇനിയും ഉണ്ട് കേട്ടോ എന്ന് അറിയാം. നമുക്ക് നോക്കാം. അടുത്തത്, കിസ്, ലിക്ക് ആൻഡ് കെയർസ് യുവർ പാർട്ട്നേഴ്സ് ഇന്നർ തൈസ്. ഗെറ്റ് ക്ലോസ് ബട്ട് നോട്ട് ക്ലോസ് എനഫ്. ഇന്നർ തൈസിൻ്റെ ഇവിടെയൊക്കെ കിസ് ചെയ്യൂ എന്നൊക്കെയാണ് പറയുന്നത്. കൊള്ളാം. ഇപ്പോഴും പറയുകയാണ് ഗൈസ്, യങ്ങർ ആയിട്ടുള്ള ഓഡിയൻസ് അധികം ഈ വീഡിയോ എനിക്ക് കാണാൻ നിൽക്കണ്ട. കാരണം ഇത്രക്ക് ഇതിലോട്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോളജീസ് ലിറ്റിൽ ബോയ്സ് ആൻഡ് ഗേൾസ്. ഓക്കെ, പിന്നെ ജീവിക്കാത്ത വിടലും ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക മസ്റ്റാണ്. അടുത്തത്, റോൾ പ്ലേ. അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. റോൾ പ്ലേ ടൈം. യു ആർ ദ ബോസ് ആൻഡ് യുവർ പാർട്ണർ ഈസ് യുവർ ഒബീഡിയൻറ്റ് സെക്രട്ടറി. ഓക്കെ, റോൾ പ്ലേ നിങ്ങൾക്ക് എത്ര പേർക്ക് റോൾ പ്ലേ ഇഷ്ടമാണ് ഗൈസ്? അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടിപൊളി താരങ്ങളൊക്കെ കേട്ടോ. ഇപ്പൊ കുറെ വേദണ്ടികളൊക്കെ എന്തുവാണ് ഈ കാണിക്കുന്നത്? ഈ നാറുകളെല്ലാം ഇതൊക്കെ ലൈഫിൽ കാണിക്കും. എന്നിട്ട് ആരെങ്കിലും ഇതൊക്കെ ഒന്ന് വെളിപ്പെടുത്താവാ, അയ്യോ അവ അങ്ങനെയാണ് ഇങ്ങനെയാണ് നാറുകൾ ഇങ്ങനെയൊക്കെ പറയാൻ. അപ്പൊ അടുത്ത ഗൈസ്, എന്തേ, you will be tied up for 5 minutes. Your partner gets to do whatever you want. BDSM കെട്ടിയിട്ട് പരിപാടി നടത്തുക, അതാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ കാണണം.
അടുത്തത് ഗൈസ്, റിമെമ്പർ ദ പോൺ ദേ ഷോഡ് യു, റീക്രിയേറ്റ് എ സീൻ ഫ്രം ഇറ്റ്, യുവർ പാർട്ണർ പിക്സ് വിച്ച് വൺ, ഹോപ്പ് യു ഡിഡ്ന്റ് വാച്ച് എ 3 hour പ്ലോട്ട് ഹെവി വൺ. നിങ്ങളുടെ പാർട്ണർ കാണിച്ച ഒരു തുണ്ടുപടം ഓർത്ത് വെക്കുക, എന്നിട്ട് അതേ സീൻ റീക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് പറഞ്ഞിരിക്കും അവസാനം 3 മണിക്കൂറുള്ള പടമൊന്നും ആകല്ലോ, എൻ്റെ അളി അന്ന പെട്ട് ചത്ത് സംഭവമുള്ള കേട്ടാ. എന്തുവായിരുന്നു ഞാൻ കണ്ട ദിവസമായിട്ട്, എന്തുവായിരുന്നു MFF. നോക്കട്ടെ അടുത്തത്, ടേക്ക് ആൻ ഐസ് ക്യൂബ് ആൻഡ് ഗോ ഡൗൺ ഓൺ യുവർ പാർട്ണർ. വീണ്ടും ഐസ് ഇരത്തി. ഓക്കെ, അടുത്ത കേസ് വായിക്കാമല്ലോ, വായിക്കാൻ പറ്റത്തില്ല, വായിക്കാം. ഫോക്കസ് കിട്ടണുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞ പോലെ വായിക്കാൻ പറ്റുന്നുണ്ടോ? ക്ലോസ് യുവർ ഐസ് ഓർ ബി ബ്ലൈൻഡ് ഫോൾഡഡ് ഫോർ 5 minutes. യുവർ പാർട്ണർ ക്യാൻ ഡു വാട്ട് എവർ ദേ വാണ്ട്. സർപ്രൈസ് ചെയ്യാൻ. ഓഫ്, ബ്ലൈൻഡ് ഫോൾഡ്, കണ്ണ് കെട്ടുക എന്നിട്ട് സർപ്രൈസ് ചെയ്യുക. വാവ്, അടിപൊളി സാധനം. കണ്ണ് കെട്ടുമ്പോൾ ആക്ച്വലി നമ്മുടെ സെൻസസ് ഒക്കെ ഉണ്ടായിരിക്കും, ചെവിയും അതേപോലെ തന്നെ ടേസ്റ്റ്, സ്മെല്ല്, അതൊക്കെ ഭയങ്കര ആയിട്ട് വർക്കൗട്ടാവും ഒരു സെൻസസ് ക്ലോസ് ചെയ്യുമ്പോൾ. ഓക്കെ, അതുകൊണ്ടാണ്. നെക്സ്റ്റ് യുവർ പാർട്ണർ ഗെറ്റ്സ് ടു സിറ്റ് ഓൺ യുവർ ഫേസ്. നമ്മുടെ ഫേസിൽ കയറി ഇരിക്കുമെന്ന്. ഓക്കെ, nibble on your partner's collarbone and slowly move downward like a trail of breadcrumbs but sexy. കോളർബോണ്ട് അവിടുന്ന് സ്ലോലി മൂവ് ഡൗൺവേർഡ്സ് ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇത് ഇവിടെ വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ്, സ്റ്റിമുലേറ്റ് 2 parts of your partner's body at once. മൾട്ടി ടാസ്ക് ചെയ്യണമെന്ന്, ഒരേ സമയത്ത് നമ്മുടെ ബോഡിയിലെ 2 പാർട്സ് സ്റ്റിമുലേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓഫ്, എൻ്റെ അറിയാം മൾട്ടി ടാസ്കർ പിഴപ്പിച്ചങ്ങ് എടുക്കും പിള്ളേരെ ഈ കാർഡ്. കൊള്ളാം. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കഴിച്ചു, വലിയ കാര്യമൊന്നുമില്ല, പിന്നെ നല്ല പൈസയായിട്ടുണ്ടെന്നാലും. ഓക്കെ, പോപ്പ് ആൻഡ് ഐസ് ക്യൂബ് ഇൻ യുവർ മൗത്ത് ആൻഡ് ഗോ ഡൗൺ ഓൺ യുവർ പാർട്ണർ. ഐസ് പൊട്ടിച്ച് വായിടുക, എന്നിട്ട് ഗോ ഡൗൺ ഓൺ യുവർ പാർട്ണറിന്. മിക്കവാറും തുപ്പിയിടുമായിരിക്കും, അല്ലെങ്കിൽ കുറേ നേരം ഐസൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് അത് സഹിക്കാൻ പറ്റിയില്ലെങ്കിലും അല്ലേ, കുറേ ഓപ്ഷൻ അവിടെ വായി തന്നെ അല്ലേ, അത് ഡൗൺ ആണ്. എന്തോ ഉദ്ദേശിച്ച പോപ്പൻ ഐസ് ക്യൂബ് ഇൻ യുവർ മൗത്താണ്. അല്ല, നമ്മുടെ മൗത്തിലിട്ടിട്ട് ഗോ ഡൗൺ ഓൺ യുവർ പാർട്ണർ. ഓക്കെ, വായിൽ ഇത് മറ്റേ എന്താണ് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഗോ ഡൗൺ ഓൺ യുവർ പാർട്ണർ. ഓക്കെ, പൊളകിതയാകും. എൻ്റെ അളിയ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. സോറി ഗൈസ്, ഈ കാടിനകത്തുള്ള കേട്ടോ ഞാൻ പറയുന്നത്, അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ ക്ലാസ് തരണമെന്ന് ഒരു ആഗ്രഹമില്ല. ഇനി കുറച്ചുകൂടെ ഉണ്ട്. അടുത്തത്, നേക്കഡ് wrestling, loser get punished, winner decide how. Spank them, tie them up, edge. തുണിയില്ലാണ്ട് കിടന്ന് ഫൈറ്റ് ചെയ്യുക, എന്നിട്ട് ആരാണ് ലൂസ് ചെയ്യുന്നത് വിന്നർ അവർക്കുള്ള പണിഷ്മെന്റ് ചൂസ് ചെയ്യും. അടിപൊളി സാധനം. അടുത്തത് 6+9 69. തിരിഞ്ഞും മരിഞ്ഞൊക്കെ ഉള്ള സംഭവം. എനഫ് കാൽക്കുലേഷൻസ്, ടൈം ഫോർ സം ഹാൻഡ് ഓൺ ലേണിംഗ്. 69 ഗൈസ്, എനിക്ക് ഇഷ്ടമുള്ള ഒരു നമ്പറാണ് ആക്ച്വലി 69 എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നമ്പർ എത്രയാണ്? 69 അടിപൊളിയല്ലേ? 6ഉം 9ഉം തിരിച്ചിട്ട് കഴിഞ്ഞാൽ 2 സെയിം അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളി സാധനമാണ് 69. ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, അടുത്തത് സ്വിച്ച് ഇറ്റ് അപ്പ്, റിവേഴ്സ് കൗഗേൾ ടൈം. റിവേഴ്സ് ആയിട്ട് കൗഗേൾ അടിക്കൂ എന്നാണ് പറയുന്നത്. പശുക്കുട്ടിയെ മാറൂ. ഓക്കെ, ഹിറ്റ് ഇറ്റ് ഫ്രം ദ ബാക്ക്, ബെറ്റർ ഫൈൻഡ് ദ നിയറസ്റ്റ് വാൾ ഫോർ സപ്പോർട്ട്. ബാക്കിൽ നിന്നൊക്കെ അടിക്കുന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഓ മാൻ, കൈകൊണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ. ഓ മാൻ, എനിക്ക് നാണം വരുന്നു കൈ, സത്യം പറഞ്ഞ. ഓക്കെ, അടുത്ത ഗൈസ്, അടുത്ത എന്തുവാണ്? വായിച്ചേ. ലെറ്റ്സ് ഡു ഇറ്റ് ഓൺ ദ കൗണ്ടർ ടോപ്പ് ടേബിൾ അഗെയിൻസ്റ്റ് എ ഫ്രിഡ്ജ് ഇൻ ദ ബാത്റൂം കിച്ചൺ. സൂപ്പർ ആയിരിക്കും. വീട്ടുകാരൊക്കെ നിരന്നിരുന്ന് എന്തായി കാണിക്കുന്നത്, നിനക്കൊക്കെ കാമപ്രാന്താണെന്ന് ചോദിക്കും. അങ്ങനല്ല, വീട്ടുകാരെല്ലാ സമയത്തും ഓക്കെ, അതർവൈസ് ചെയ്യണോ ജസ്റ്റ് ഫോർ ഫൺ ഗൈസ്, ചുമ്മാ പറഞ്ഞ കേട്ടാ. അടിപൊളിയായിരിക്കും കിച്ചൺ ഫാന്റസി. നൈസ്. നെവർ ഐ ഗസ്. ടൈം ഉണ്ടല്ലോ. ട്രൈ ന്യൂ
റീഡ് ക്രൈസി സെക്സ് പൊസിഷൻ, ഹോപ്പ് യു സ്ട്രെച്ച്ഡ് ഫസ്റ്റ്. ഓക്കെ, പുതിയ സെക്സ് പൊസിഷനും കാര്യങ്ങളൊക്കെ വായിച്ച് വിശദീകരിച്ച് അത് ട്രൈ ചെയ്യുക എന്നൊക്കെയാണ് പറയുന്നത്. കുട്ടികളെ വായിക്കൂ, കളിക്കുടുക്കല്ലേ വായിക്കൂ. End it like doggy style. Something just don't need a discussion. Doggy സ്റ്റൈലിൽ എൻഡ് ചെയ്യുക. ഡോഗി നറുട്ടോ, ഡോഗി ഡോഗി അവിടെ കിടക്കുക ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് തീർന്നു കേട്ടോ. ഇത് ലാസ്റ്റ് കാർഡാണ്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ കെയർ എന്നൊക്കെ പറഞ്ഞാണ് ഇത് കിടക്കണം. ലാസ്റ്റ് കാർഡ്, ലാസ്റ്റ് ഡെയർ എന്തോ നമുക്ക് നോക്കാം. ലാസ്റ്റ് ഡെയർ, ലാസ്റ്റ് കാർഡ്. ലെറ്റ്സ് സീ. Let's take it to the shower. Clothes off, water on. Just don't slip unless it's into their arms. നേരെ കുളിക്കാൻ പോവുക, ഡ്രസ്സൊന്നും ഇടേണ്ട ഒരാവശ്യമില്ല, വെള്ളം ഒഴിക്കുക. Just don't slip unless it's into their arms. Woo! അങ്ങനെ guys, അടിപൊളി ഫാന്റസി കാർഡായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനത്തെ ഒരു കാർഡ് സത്യം പറഞ്ഞാൽ അൺഫോൾഡ് ചെയ്ത് അൺബോക്സ് ചെയ്ത് റിവീൽ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ലൈഫിൽ പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ ഗേൾഫ്രണ്ട് ആണെങ്കിൽ സത്യം പറയുന്നത് വീട്ടിലും ഇല്ല. ഓഫ്, ഹൗ സാഡ്. എന്ത് ചെയ്യാൻ. ഇതാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായും ചെയ്തു. എന്നാലും ഒരു ക്യൂരിയോസിറ്റി നിൽക്കില്ലായിരുന്നു. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഗൈസ് സംഭവം അടിപൊളിയായിട്ട്. നിങ്ങൾ എത്ര പേര് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഈ കാർഡ് ഫ്രാങ്ക്ലി എന്ന് പറഞ്ഞാൽ ഇതിനാണെങ്കിൽ പറഞ്ഞാൽ അത് ഇല്ലെങ്കിൽ പറയേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഈ കാർഡ് ഇങ്ങനത്തെ കാർഡ് യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് അവിടെ കിടന്ന് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എന്തുവാണെന്ന് നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല അപ്പുറത്ത് റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റൂംസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ഗൈസ്. നമുക്കവിടെ 8 റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ കലൂരാണ്. അപ്പം കുറേ ആൾക്കാരൊക്കെ ഇവിടെ തീർത്ഥാടന കേന്ദ്രമൊക്കെ ഉണ്ട്. ഇപ്പം കൃപാസനമൊക്കെ ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ കുറേ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ വന്നവർക്ക് ഇവിടെ സ്റ്റേ. ഇപ്പം കൃപാസനത്തിൽ നിന്നാണെങ്കിൽ ഒരു 100 കിലോമീറ്റർ പറ്റിയാണ്. അപ്പം അവിടെ പോകേണ്ടവർക്ക് അല്ലെങ്കിൽ ആലപ്പുഴയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടവർക്കും അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ പോകേണ്ടവർക്കും അല്ലെങ്കിൽ കലൂർ എവിടെയെങ്കിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടിപൊളി കിടക്കിനായിട്ടുള്ള റൂംസും കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫാന്റസി ട്രൈ ചെയ്യാൻ വേണമെങ്കിൽ അപ്പുറത്തൊന്നും നിൽക്കാൻ കേട്ടാ. ജസ്റ്റ് കിഡിങ് ഗൈസ്. അങ്ങനെയല്ല, സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് എൻ്റെ വീടിൻ്റെ നേരെ പുറകിൽ തന്നെയാണ് നല്ല അപ്പാർട്ട്മെൻറ്റും നല്ല എന്തുകൊണ്ട് നല്ല ബെഡും നല്ല ഒരു TV, വൈഫൈ, AC എല്ലാം ഉണ്ട്. നല്ല ഹൈജീനിക് ആയിട്ട് നമ്മൾ നടത്തുന്ന റൂംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കപ്പിൾസ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും അവിടെ വന്ന് വെച്ച് നിൽക്കാം ഗൈസ്. അടിപൊളിയായിട്ട് നല്ല സേഫ് ആൻഡ് സെക്യൂർ ആണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ മൈബി റൂംസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ വേറെ റൂം കാര്യങ്ങളൊന്നും തിരക്കി പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ഇവിടെ തന്നെ സ്വന്തമായിട്ട് ഇരിക്കുക. എൻ്റെ വീടിൻ്റെ നേരെ തൊട്ട് പുറകിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് എന്തായാലും അവിടെ നിന്നാണ് ഈ സാധനം കിട്ടിയത്. ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നേക്കാം. അവിടെ കിടന്നപ്പോൾ കിട്ടിയത് ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുത്ത് ഇട്ടതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ എന്നോട് പറഞ്ഞ് DM ചെയ്താൽ മതി. ഇത് ആരെയാണ് അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. അല്ലെങ്കിൽ വീഡിയോ ഒന്ന് എടുത്തിട്ട് നോക്കുമോ, കുഴപ്പമൊന്നുമില്ല. അതെനിക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ സംഭവം ഉണ്ടായിരുന്നല്ലോ ഗൈസ്, അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സംഭവം. ഇത് ആൾക്കാർ ഭയങ്കര സീക്രട്ടായിട്ടൊക്കെ ചെയ്യുന്ന സാധനമാണ്. പക്ഷേ ഞാനിത് എൻ്റെ കൈ കിട്ടിയപ്പോൾ ഔട്ട് ഓഫ് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് റിവീൽ ചെയ്തതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളോട് ഞാൻ നേരത്തെ ചോദിച്ചു പോലെ നിങ്ങൾ എത്ര പേര് ഇത് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇത് എത്ര പേര് യൂസ് ചെയ്തിട്ടുണ്ട്. സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഈ സാധനം ചെയ്യുന്ന. സംഭവം അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഗൈസ് ഇനി മുതൽ ഞാൻ എല്ലാ ദിവസവും അല്ല, ഒരു ദിവസം ഇടപെട്ട് വീഡിയോസൊക്കെ ഇടാൻ മാക്സിമം ഞാൻ ഇങ്ങനെ എന്താണ് ശ്രമിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും 8 മണിക്കായിരിക്കും. എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ വീഡിയോ വരുന്ന ദിവസം 8 മണിക്കായിരിക്കും എൻ്റെ വീഡിയോസ് വരുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. ഇനി അങ്ങോട്ട് വെറൈറ്റി ക്രൈസി കണ്ടന്റ്സ് ആയിരിക്കും മക്കളെ ഇനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എന്ന് പറയുന്ന പോലെ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡ് കണ്ട ബെല്ലൈക്കൻ ടകേന്ന് അടിച്ച് പൊട്ടിക്കുക. എന്നാൽ മാത്രം ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ. കേട്ടല്ലോ. So guys, keep supporting HP Sanju and bye bye.